നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ഉദുമയിൽ അധികൃതർ കണ്ണു തുറന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ഉദുമ ടൗണിനെ 4 വരി പാതയാക്കി ഡിവൈഡർ നിർമ്മിക്കാൻ KSTP ഉന്നതതല യോഗത്തിൽ തീരുമാനം. സർവശിക്ഷാ അഭിയാൻ കാസർഗോഡിന് അനുവദിച്ച 32 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാവും. നീലേശ്വരം നഗരസഭയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ അടച്ചുറപ്പുള്ള വീടില്ലാത്ത 153 പേർക്ക് പുതിയ വീട്. കന്നുകാലി കശാപ്പ് നിരോധനവും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ പ്രതിഷേധം. തൊഴിലാളികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക പിക്കറ്റിംഗ് നടത്തി. ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റർടെക് ഫെസ്റ്റ് സെപ്റ്റംബറിൽ സംഘടിപ്പിക്കും. ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. M. രാജഗോപാലൻ MLA ലോഗോ പ്രകാശനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു പ്രദേശമാകെ സമരമുഖത്ത് എത്തിയപ്പോൾ അധികാര കേന്ദ്രങ്ങൾ കണ്ണു തുറന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ഉദുമ ടൗണിനെ 4 വരി പാതയാക്കി ഡിവൈഡർ നിർമ്മിക്കാനാണ് KSTP ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. 2 വർഷത്തിനിടെ 20ലേറെ ജീവനുകൾ പൊലിഞ്ഞ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ഉദുമ ടൗണിൽ 4 വരി പാതയാക്കി ഡിവൈഡർ പണിയും. മറ്റു റോഡ് സുരക്ഷാ സംവിധാനവും ഉണ്ടാക്കും. KSTP ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. റോഡ് കടന്നുപോകുന്ന മറ്റു ടൗണുകളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴും റെയിൽപാത 2ആയി പകുത്ത ഉദുമയെ ടൗൺഷിപ്പായി കാണാതെ KSTP പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഉദുമ ടൗണിൽ നിലവിൽ അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്കും അപകടവും ഒഴിവാക്കാനാണ് 4 വരി പാത നിർമ്മിക്കാൻ തീരുമാനമായത്. ടൗണിനോട് ചേർന്ന് ഇരുഭാഗത്തേക്കുമായി 600 മീറ്റർ ദൂരമാണ് 4 വരി പാതയാക്കുക. ഇവിടെ ഒറ്റവരി ഡിവൈഡർ സ്ഥാപിക്കും. ഉദുമ റെയിൽവേ ഗേറ്റ് ഭാഗത്ത് ബസ്സുകൾ നിർത്തുമ്പോഴുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യും. നിലവിലുള്ള റോഡിൻ്റെ ഇരുഭാഗത്തും 3.5 മീറ്ററാണ് ബസ് ബേക്കായി വീതി കൂട്ടുക. ടൗണിൽ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ഡ്രെയിനേജ് ഉയർത്തി ആവശ്യമായ പരിഹാരമുണ്ടാക്കും. മഴ മാറിയ ശേഷമേ നിർമ്മാണം തുടങ്ങുമെന്ന് KSTP അധികൃതർ വ്യക്തമാക്കി. നിർമ്മാണം തുടങ്ങി 2 മാസത്തിനകം സംവിധാനം പൂർത്തിയാക്കും. പാതി വഴിയിൽ നിർത്തിയിട്ട റോഡ് പണികളും സുരക്ഷാ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും നൽകാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കളനാട് മുതൽ പാലക്കുന്ന് ടൗൺ വരെ ഡിവൈഡർ വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഉദുമയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് MLA അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നു. ജില്ലയിലെത്തിയ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരന്റെ ശ്രദ്ധയിലും വിഷയം എത്തിച്ചു. എല്ലാത്തിനുമൊടുവിലാണ് ഏറെ ആശ്വാസമായി KSTP ഉന്നതതല യോഗത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായത്. ന്യൂസ് ഡെസ്ക് KCN. സർവശിക്ഷാ അഭിയാൻ കാസർഗോഡിനെ ഈ വർഷം അനുവദിച്ച 32 കോടിയുടെ പദ്ധതികൾക്ക് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സമിതി അംഗീകാരം നൽകി. വിദ്യാലയങ്ങളെ അക്കാദമിക് തലത്തിൽ മികവുറ്റതാക്കാൻ വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് തുക ചിലവഴിക്കും. സർവശിക്ഷാ അഭിയാൻ കാസർഗോഡിന് ഈ വർഷം അനുവദിച്ച 32 കോടിയുടെ പദ്ധതികൾക്കാണ് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സമിതി അംഗീകാരം നൽകിയത്. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള വിവിധ തലങ്ങളിൽ ഈ തുക ചിലവഴിക്കും. സർക്കാർ വിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആൺകുട്ടികൾ ഒഴികെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ യൂണിഫോം നൽകാനായി 2.19 കോടി രൂപയും പാഠപുസ്തക വിതരണത്തിന് 2 കോടി രൂപയും അനുവദിച്ചു. BRCയിലെയും CRCയിലെയും അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായി 6.46 കോടി രൂപയും പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. UP സ്കൂളുകളിൽ കലാകായിക വിഷയങ്ങൾക്ക് അധ്യാപകരെ നിയമിക്കാനായി 12.88 കോടി രൂപയാണ് അനുവദിച്ചത്. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്കായും പദ്ധതിയിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാർ വിദ്യാലയങ്ങളെ അക്കാദമിക് തലത്തിൽ മികവുറ്റതാക്കാനാണ് സർക്കാർ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് KCN. നീലേശ്വരം നഗരസഭയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ആദ്യഘട്ടത്തിൽ 153 പേർക്ക് പുതിയ വീട്. 1ാം ഗഡു വിതരണത്തോടെ പദ്ധതിക്ക് തുടക്കമായി. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി 3 വർഷത്തിനകം പൂർത്തിയാക്കാൻ നീലേശ്വരം നഗരസഭ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായി ആദ്യഘട്ടത്തിൽ 153 പേരെ തിരഞ്ഞെടുത്തു. ഇവർക്ക് വീട് നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു വിതരണം ആരംഭിച്ചു. ഗഡു വിതരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം വ്യാപാര ഭവനിൽ M. രാജഗോപാലൻ MLA നിർവഹിച്ചു. അന്ത്യോദാത്ത പൂരയും പൂരകത്താരിടവും കൊടുക്കാനുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഇടപെടലുകളാണ് കേരളത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തന്നെ സജീവവും നിരന്തരവുമായിട്ട് ഇടപെടലുകളെ കുറിച്ച് കേരളത്തിൽ
വർത്തമാനകാലം മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടം കൊടുക്കുമെന്ന് പറയാൻ ഞാൻ എടുത്തു പറയാൻ കാരണം പറവകളുടെ ആകാശം നഷ്ടപ്പെടുകയാണ്. അത് കോർപ്പറേറ്റിരിക്കുകയാണ് പ്രപഞ്ചം എല്ലാത്തും. പാമ്പുകൾക്കും മാണല്ല, കോർപ്പറേറ്റ് തൂണുകളാണ് എല്ലാ സ്ഥലത്തും. പിന്നെ മാണവരുണ്ടാവും. അപ്പൊ ആ പരിസ്ഥിതി ആഘാതം വളരെ ഗുരുതരമായ വിഷയമാണ്. ഇതെല്ലാം മനുഷ്യൻ ഇതിനോടെല്ലാം ഇതിനെല്ലാം സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷിക്കാൻ, അങ്ങനെ സകല ജീവജാലങ്ങളുടെയും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പ്രകൃതി സ്നേഹപരമായ ഇടപെടലുകളും ഈ ഗവൺമെന്റിന്റെ പ്രത്യേകതയാണ്. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ വി ഗൗരി, പി രാമചന്ദ്രൻ, പി വിജയകുമാർ, ഇബ്രാഹിം പറമ്പത്ത്, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, കൈപ്പറത്ത് കൃഷ്ണ നമ്പ്യാർ, ജോൺ ഐമൺ, അരുൺ തോമസ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രാധ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി കെ അഭിലാഷ് നന്ദിയും പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് നീലേശ്വരം നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത്. 1 മുതൽ 10 വരെ വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് ബുധനാഴ്ചയും 11 മുതൽ 20 വരെ വ്യാഴാഴ്ചയും 21 മുതൽ 32 വരെ വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ചയും തുക വിതരണം ചെയ്യും. കർഷകരുടെ പ്രതിസന്ധികൾ ഉന്നയിച്ച് കേരള കർഷക സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക പിക്കറ്റിംഗ് നടത്തി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി CH കുഞ്ഞമ്പു പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകെ കാർഷിക മേഖല വൻ പ്രതിസന്ധി നേരിടുകയാണെന്ന് കർഷക സംഘം ആരോപിച്ചു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകുക, കന്നുകാലി വിൽപ്പന തടഞ്ഞ കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പിക്കറ്റിംഗ് നടത്തിയത്. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, പിക്കറ്റിംഗ് സമരം സിന്ദാബാദ്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി CH കുഞ്ഞമ്പു പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. പോത്തിന്റെയും എരുമയുടെയും മാംസമാണ്, മാട്ടിറച്ചിയാണ് കയറ്റുമതി ചെയ്യുന്നത്. ആരാണ് ഈ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരാണ് അതിന്റെ ഉടമസ്ഥന്മാർ? സംഘപരിവാറിന്റെ നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാർ, BJPയുടെ നേതാക്കന്മാർ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പലരുമാണ് ആ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാർ. എന്തുകൊണ്ട് ആ സ്ഥാപനം നിരോധിക്കുന്നില്ല? അവിടെയൊക്കെയുള്ള അളവ് നടക്കുന്നത്. ഇവിടെ അളവിന്റെ അല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം കന്നുകാലികളുടെ പേരിൽ രാജ്യത്ത് വികാരമുണ്ടാക്കി അതിന്റെ പേരിൽ ആളുകളെ കശാപ്പ് നടത്തുക എന്നതായിരുന്നു BJP സംഘപരിവാര ലക്ഷ്യം. അതിന് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഏരിയ പ്രസിഡന്റ് കളരി കൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഭുജംഗ ഷെട്ടി, MK രവീന്ദ്രൻ, BR ഗോപാലൻ, A രവീന്ദ്രൻ, KP പ്രഭാകരൻ, K ഗോപാലൻ, KG ജിമ്മി, സതീചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റർടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കും. സെപ്റ്റംബറിൽ നടക്കുന്ന ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. M രാജഗോപാലൻ MLA ലോഗോ പ്രകാശനം ചെയ്തു. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്ന ഇന്റർ കോളേജ് ടെക് ഫെസ്റ്റ് ഇൻക്വ 2017 മുന്നോടിയായാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കോളേജിൽ നടന്ന പരിപാടിയിൽ M രാജഗോപാലൻ MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന തലത്തിലും വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ, സ്റ്റുഡന്റ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഭാ സംഗമവും ഫെസ്റ്റിവലൊക്കെ തന്നെ സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായും പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധേയമായ രീതിയിൽ അക്കാഡമിക് മികവ് പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി KPന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് മാറാകരുത്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം സ്ഥാനം ഇപ്പോൾ രണ്ടാം സ്ഥാനം കൊണ്ട് നമ്മൾ തൃപ്തരല്ല. ഉള്ള സൗകര്യവും പരിമിതി വെച്ച് രണ്ടാം സ്ഥാനം കൊണ്ട് അഭിമാനിക്കണം. പക്ഷെ ഒന്നാം സ്ഥാനക്കാരാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിലെല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത് അധ്യക്ഷനായി. A ഗിരീഷ് കുമാർ, VV മഹേഷ്, K ഷീന, TV ഷൈനി, N സുധീഷ്, KV റോഷന, അനീഷ് കുമാർ,
DK സുജിത്ത് എന്നിവർ സംസാരിച്ചു. IV പ്രണവ് സ്വാഗതവും P അശ്വിൻ നന്ദിയും പറഞ്ഞു. ബുഫെ സിനിമയും ഇൻസ്പെക്ഷൻ പിക്ചേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇമ്മിണി ബല്യത് ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം ജൂലൈ 8 പാലക്കുന്നിൽ നടക്കും. ടാബിലും ഡിജിറ്റൽ ക്യാമറയിലും ചിത്രീകരിച്ച സന്തോഷ് ആണ്ടിയുടെ 12 ചലച്ചിത്രങ്ങൾ പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ബുഫെ സിനിമയും ഇൻസ്പെക്ഷൻ പിക്ചേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇമ്മിണി ബല്യത് ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനമാണ് ജൂലൈ 8 പാലക്കുന്നിൽ വെച്ച് നടക്കുക. ടാബിലും ഡിജിറ്റൽ ക്യാമറയിലും ചിത്രീകരിച്ച സന്തോഷ് ആണ്ടിയുടെ 12 ചലച്ചിത്രങ്ങൾ ഇവിടെ വെച്ച് പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 12 സിനിമകൾ ഞാൻ ഛായാഗ്രഹണവും അതുപോലെ ആശയവും സംവിധാനവും ചെയ്ത 12 സിനിമകളാണ്, ഹ്രസ്വ ചിത്രങ്ങളാണ് ഈ പ്രദർശിപ്പിക്കപ്പെടുന്നുള്ളത്. ഈ 12 സിനിമകൾ ഉണ്ടാക്കുന്നതിന് പുറകിൽ ഒരു ചില അനുഭവങ്ങളുണ്ട്. അതായത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, സിനിമാ പ്രേമികളായ ചലച്ചിത്ര പ്രേമികളായ കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾ സിനിമ എടുക്കാൻ വേണ്ടി തുനിയുകയും പക്ഷേ നമുക്ക് എവിടെയും വെച്ച് മൂലധനം കിട്ടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയായപ്പോൾ സപ്തകല്യാണി എന്ന് പറയുന്ന എൻ്റെ അനുജൻ്റെ മകൾ, അവൾ തന്ന ഒരു ടാബിലാണ്, ഒരു 3ാം ക്ലാസ്സുകാരിയായ കുട്ടിയാണ് അവൾ തന്ന ഒരു ടാബിലാണ് ഈ സിനിമകൾ മൊത്തം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ 12 അവസ്ഥകളിലൂടെ ഉള്ള സഞ്ചാരമാണ്. വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് ആണ്ടിക്ക് പുറമെ വിജയൻ കുന്നൂച്ചി, ഉമേഷ് ആറാട്ടുകടവ്, ശ്രുതിൻ പള്ളാരം, അരുൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിൽ ചെറുവത്തൂർ വില്ലേജിലെ റീസർവേ പൂർത്തിയായി. റീസർവേ സംബന്ധിച്ച അപാകതകൾ പരിഹരിക്കാൻ അവസരം. സർവേ റെക്കോർഡുകൾ പരിശോധിക്കാൻ പിലിക്കോട് പഞ്ചായത്തിൽ സംവിധാനം. ചെറുവത്തൂർ വില്ലേജ് പരിധിയിൽ റീസർവേ നടപടികൾ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. 2.5 മാസത്തെ പ്രവർത്തനത്തിൽ 57 ഫീൽഡ് വർക്കർമാർ ഉൾപ്പെടെ 90 സ്റ്റാഫുകളാണ് പ്രവർത്തനത്തിന് എത്തിയത്. 1837 ഹെക്ടർ പ്രദേശമാണ് റീസർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തിയത്. റീസർവേ പൂർത്തിയായതോടെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും അധികൃതർ അവസരമൊരുക്കിയിട്ടുണ്ട്. ചെറുവത്തൂർ വില്ലേജ് BL 61, BL 62 എന്നിവയിൽ ഉൾപ്പെട്ടു വരുന്ന എല്ലാ ഭൂവുടമകളുടെയും ഭൂമിയുടെ അതിരുകൾ തിട്ടപ്പെടുത്തി പേര്, വിസ്തീർണം എന്നിവ രേഖപ്പെടുത്തിയിട്ടുള്ള റീസർവേ റെക്കോർഡുകൾ പിലിക്കോട് പഞ്ചായത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 19 വരെ ഇത് ജനങ്ങൾക്ക് പരിശോധിക്കാനാകും. 2.5 മാസത്തോളം 90ഓളം ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് 1837 ഹെക്ടർ വിസ്തീർണം വരുന്ന ഈ ചെറുവത്തൂർ വില്ലേജിനെ ഞങ്ങൾ പുതിയ സർവേ റെക്കോർഡുകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ്, നല്ല സഹകരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 11,000ഓളം നോട്ടീസ് പല ഭാഗങ്ങളിലായി വിതരണം നടത്തി. അതോടൊപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികളെ മുഴുവനും ഈ സംരംഭം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചാനൽ, ലോക്കൽ ചാനൽ വഴി ഇതിൻ്റെ ഇവിടെ പ്രദർശനം നടക്കുന്ന വിവരം ജനങ്ങളെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി അപേക്ഷ നൽകാം. പഞ്ചായത്ത് ഹാളിൽ ഇവ പരിശോധിക്കുന്നതിനായി നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. കാസർഗോഡ് ജില്ലാ ബില്ലവ സേവാ സംഘം ഓഗസ്റ്റ് 27 വധൂവരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. പരിപാടിയോടനുബന്ധിച്ചുള്ള ക്ഷണക്കത്ത് ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് തന്ത്രി സംഗപ്പ പൂജാരി ബാഡൂരിന് നൽകി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ബില്ലവ സേവാ സംഘം ആഗസ്റ്റ് 27 സംഘടിപ്പിക്കുന്ന വധൂവരന്മാരുടെ കൂട്ടായ്മയുടെ ക്ഷണക്കത്താണ് ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് തന്ത്രി കാവുമഠം പ്രകാശനം ചെയ്തത്. സംഗപ്പ പൂജാരി ബാഡൂർ ക്ഷണപത്രം ഏറ്റുവാങ്ങി. ബില്ലവ സേവാ സംഘം ഭാരവാഹികളായ K കമലാക്ഷ സുവർണ, രാഘവ പൂജാരി, രമേശ് പൂജാരി, സരോജിനി, ദിനേശ് ചെറുകോളി തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്ന വിജിലൻസ് റെയ്ഡിൽ NGO അസോസിയേഷന്റെ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അസോസിയേഷൻ പ്രവർത്തകർ ബുധനാഴ്ച കൂട്ട അവധിയെടുത്തു. റവന്യൂ വകുപ്പ് ജീവനക്കാരാണ് പണിമുടക്കിയത്. കോഴിക്കോട് ജില്ലയിലെ ചെമ്പനാട് വില്ലേജ് ഓഫീസ് ജീവനക്കാരൻ സലീഷ് തോമസിനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചേർപ്പ് പ്രതിഷേധിച്ചും വില്ലേജ് ഓഫീസർ തസ്തിക ഗസ്റ്റ് റാങ്കിലേക്ക് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയുമാണ് ജീവനക്കാർ കൂട്ടാവധിയെടുത്തത്. സമരത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് ജീവനക്കാർ കൂട്ടാവധിയെടുത്തത് സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. LIC ഏജന്റുമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് പെൻഷനും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്ന ആവശ്യം. LIC ഏജന്റ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു.
ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പീസ് സ്മാരക ഹാളിൽ വെച്ചാണ് നടന്നത്. LIC ഏജന്റുമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് പെൻഷനും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം പ്രമുഖ സഹകാരി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് സാമാന്യ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ ഇൻഷുറൻസ് മേഖല പോലുള്ള മേഖല വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് കണക്കുകളും കാര്യങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത്തരം മേഖലകളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാമ്പത്തിക ശാസ്ത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന. പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി കാറ്റാടി കുമാരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AP സാവിത്രി, സംസ്ഥാന ട്രഷറർ PK ദിനേശൻ, MJ ലൂക്കോസ്, എക്കാൽ വിജയൻ, TT ബാലചന്ദ്രൻ, ഭാസ്കരൻ കാസർഗോഡ്, ചന്ദ്രൻ രാവണേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി P ബാലകൃഷ്ണനെ പ്രസിഡന്റായും എക്കാൽ വിജയനെ സെക്രട്ടറിയായും TT ബാലചന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ഉദുമയിൽ അധികൃതർ കണ്ണു തുറന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ഉദുമ ടൗണിനെ 4 വരി പാതയാക്കി ഡിവൈഡർ നിർമ്മിക്കാൻ KSTP ഉന്നതതല യോഗത്തിൽ തീരുമാനം. സർവശിക്ഷാ അഭിയാൻ കാസർഗോഡിന് അനുവദിച്ച 32 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാവും. നീലേശ്വരം നഗരസഭയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ അടച്ചുറപ്പുള്ള വീടില്ലാത്ത 153 പേർക്ക് പുതിയ വീട്. കന്നുകാലി കശാപ്പ് നിരോധനവും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ പ്രതിഷേധം. തൊഴിലാളികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക പിക്കറ്റിംഗ് നടത്തി. ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റർ ടെക് ഫെസ്റ്റ് സെപ്റ്റംബറിൽ സംഘടിപ്പിക്കും. ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. M രാജഗോപാലൻ MLA ലോഗോ പ്രകാശനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.